വെള്ളം വേണം. വെച്ചോ. വെള്ളം വെള്ളം. അയ്യോ ഭയങ്കര കേട്ടോ. ഒന്ന് മതി, ഒരു കൊച്ചു മതി. അവൾക്ക് അങ്ങനെയാ, ഒരു പാവാ. ഇഷ്ടം തോന്നിയാ പിന്നെ അങ്ങ് ഇഷ്ടാ. വക്കീലിന്റെ ടൈം. എന്തായാലും വക്കീൽ നാളോട്ട് പെണ്ണാലോചിച്ച് നടക്കുകയാണല്ലോ. ഇനിയിപ്പോ അതങ്ങ് നിർത്താം, നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഒന്നുമില്ല, ഞാൻ നിന്നെ കല്യാണം പറയാം. പാവാ, ഇണങ്ങിയാ പിന്നെ അങ്ങ് ഇണക്കാം. അല്ലെങ്കിലേ അതുപോലെയാ. ആ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ അങ്ങനെ എഴുതി നടക്കണ എന്റെ ഉദ്ദേശം? ഏയ് ഒന്നുമില്ല, ഈശ്വര എന്താ അത്ര തന്നെ. ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് 1,00,000 എത്തുമ്പോ തിരുപ്പതിക്കോ ഗുരുവായൂർക്കോ മറ്റോ അയച്ചു കൊടുക്കും. ഇതിപ്പോ എങ്ങനെയാണപ്പാ 1,00,000 എത്തിന്ന് പറയണത്? അതറിയാം. എന്തേ സുലൈമാനെ? അല്ല, ഞാനെന്നാലും ഇനിയിപ്പോ നിക്കണില്ലാന്ന് പറയാനേ. സുലൈമാൻ ഇരിക്കും, ഊണിതാ ഇപ്പൊ ശരിയാവും, ഉണ്ടിട്ട് പോയാ മതി. ഇപ്പൊ അതിനൊന്നും നിക്കാൻ നേരല്ല എന്റെ മാളുമേ. ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടില്ലാന്ന് വെച്ചിട്ടെന്താ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്രയാ ഊണ് കഴിച്ചിരിക്കണം? ആയിക്കോട്ടെ, പോയിട്ട് കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ? അല്ല, മൂപ്പൻ എന്താ പറഞ്ഞത്? അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമിച്ചു. ആ പെണ്ണിന് തല നേരെയാവില്ല. എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചിരിക്കാ ഞാൻ. ഇനിയിപ്പോ സാരല്ല, മൂപ്പരുടെ ആ വാശി ഒന്ന് തീർന്നല്ലോ. വലിയ ഡിമാൻഡും പറഞ്ഞിരുന്നിട്ട് അവള് മൂപ്പന്റെ പേരെന്ന് ഇറങ്ങി വരുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ, അത് മതി. എന്നാലും എനിക്ക് എന്തോ പേടിക്കാണ്ടിരിക്കും ആളുമേ. മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ? ഇനിയിപ്പോ നിങ്ങളാരെ ഭയക്കണത്? ഞങ്ങളൊക്കെ ഇല്ലേ? ഇവളൊക്കെ നേരെയാവും. 2 ദിവസം കൂടെ സമയം കൊടുക്കി. നേരെയാവാണ്ട എവിടെ പോവാൻ? നിങ്ങളല്ലേ ആള്. പോട്ടെ കുട്ടി, സാരമില്ല. പിന്നെ ഒരിക്കൽ അയാൾ വന്നിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു, ആ മനുഷ്യനെ കൊല്ലുമായിരുന്നു. എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവകീർത്തി? ഗൗരിക്കുട്ടി, ഗൗരി, എവിടെ സാറേ ഗൗരിക്കുട്ടി? ഇപ്പൊ വരും. ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ നന്നായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ കറിയച്ചേട്ടൻ എന്നോട് സംസാരിച്ച എന്റെ കാര്യം വിടണ്ട മോളെ. എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല. ദേ, ആ പയ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ. ലൈഫിൽ ആദ്യമാ. കാശ് വെച്ചാ കളി? കടവില്ല. അമ്മയെ വിളിക്കും. നീ ഇല്ലല്ലോ? എനിക്കറിയില്ലല്ലോ. വേറെ
അത് നല്ല കുട്ടികളെ കൂടെ കൂടെ കൂട്ടി. കടം പറയരുത്. ഇല്ലെന്നേ ഈ കറിയാച്ചേട്ടൻ. അല്ല, മേനോൻ കളിക്കോ? അസലായി കളിക്കും. നമ്മുടെ കാശ് പോയോ? വേണ്ട, അവന് കളിക്കാനും അറിയില്ല, കയ്യിൽ കാശും ഇല്ല. അല്ല, ഏയ്, മൂപ്പർ തൊടില്ല. ആരാ ഉള്ളത്? ഇവിടെ എന്താ ചെയ്യുന്നത് ഗൗരിക്കുട്ടി? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറുക? ഞാൻ ഗൗരിക്കുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത്. എല്ലാരും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആവും പറയുക അല്ലേ? കൈമാറ്റുന്നില്ല. കൈയെടുക്കൂ. എടുക്കാം, പക്ഷെ ഒരു കാര്യം, ഒരു 2 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് അനങ്ങുള്ളൂ എന്ന് ഗ്യാരണ്ടി തരണം. അത്രയ്ക്ക് വില കൂട്ടണം. പതിവ്രതമായി കാണും. ബിലാലേ, ആരാണ്? ബിലാൽ, വാതിൽ തുറക്കാൻ. ബിലാൽ, ആരാത്? ബിലാലേ, കതക് തുറക്കടാ. എന്താ ഇവിടെ? ആരാ വിളിച്ചത്? ഓ, അങ്ങനെ. ആരായിരുന്നു വിളിച്ചത്? നീയോ ഇവളോ? ആരും വിളിച്ചില്ലല്ലോ. ആരും വിളിച്ചില്ലേ? ഓ, അത് എന്റെ കാലാ കമ്പിത്തിട്ടെന്ന് വീണു. അപ്പൊ വിളിച്ചു പോയതാ. ഒന്നും പറ്റിയില്ലല്ലോ. ഏയ്, വന്നിട്ടിപ്പോ 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ. എന്താ കുട്ടി ഇത്? കുട്ടിക്ക് ഇഷ്ടമില്ലാതാണ് ഇവിടെ പറപ്പിച്ചിരിക്കുന്നത്. ചോദിക്കുന്ന ഉത്തരം പറയൂ.
ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ? കരയണ്ട, എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം. പറയുന്നത് നേരെ ആയിരിക്കണമെന്ന് മാത്രം. ദേ നോക്കൂ, കുട്ടി മാളൂമ്മയുടെ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ബന്ധം വല്ലതും ഉണ്ട്? ഇല്ല. ഇവിടെ കൂടെ ഒന്ന് താമസിപ്പിച്ചിരിക്കുക. എത്രയായി ഇവിടെ വന്നിട്ട്? 5 ദിവസം. 5 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് വീട്ടില്. ഏത് വീട്ടില്? എന്റെ വീട്ടില്. എവിടെയാ വീട്? ഗൗരിക്കുട്ടിക്ക് ഇതെല്ലാം എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ? ആരെയാ പേടി? മാളൂമ്മയാ? ഞാനിതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളോടുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളൂ. ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല. ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാ ഗൗരിക്കുട്ടി എന്നാണ്. അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ വിശ്വസിക്കാം. കുട്ടി ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? അതെ. കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ? എങ്കിലും ഒന്ന് വിളിക്കാതെ എല്ലാം എന്നോട് പറയും. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവനുവേണ്ടി ശ്രമിക്കാം. പറയൂ, എവിടെയാ കുട്ടിയുടെ വീട്? പുഴയ്ക്കക്കരെ. പുഴയ്ക്കക്കരെ? അമ്പലത്തിനടുത്ത്. വീട്ടിലിപ്പോ ആരുണ്ട്? മുത്തശ്ശി. മുത്തശ്ശി മാത്രം? നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്തിക്കൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അത് നേര് മാത്രം പറഞ്ഞാൽ. ഞാൻ നുണ പറയില്ല. പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല, ഞാൻ നുണ പറയില്ല. വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നേരാണോ? അതെ. അതെന്താ അങ്ങനെ? അമ്മ അച്ഛനും? അമ്മ ചെറുപ്പത്തിലേ പോയി. അച്ഛൻ നേരെ കല്യാണം കഴിച്ചു? ഇല്ല, ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു. 3 മാസമുള്ള എന്റെ അച്ഛൻ മരിച്ചിട്ട്. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്? കമ്പിന്ന് വീണിട്ട്. കമ്പിന്ന് വീണിട്ടോ? ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി, ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു. കുറേ ദിവസം ആശുപത്രി കിടന്നു. ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല. അവിടെ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത്. ഇന്ന് എത്രയായി? ഇന്നേക്ക് 7 ആകുന്നു. ഇതേ കിടപ്പ് തന്നെയാ, ഓർമ്മ വീണിട്ടില്ല. ഇത് മാധവൻകുട്ടിയുടെ അമ്മയാ. മോളാ, ആകെ ഈ ഒന്നേ ഉള്ളൂ. വാ മോളെ. വിഷമമുണ്ട് മോളെ, വല്ലാതെ വിഷമമുണ്ട്. കേശവന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു എന്ന് തോന്നുക. എന്റെ മോക്ക് ദൈവം ഒരാപത്തും വരുത്തിയില്ല. ഇതാ വേണ്ട. വാങ്ങിച്ചോളൂ കൂട്ടി. ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാള് സുഖമില്ലാണ്ട് കിടക്കില്ലേ, നിന്റെ അമ്മ തരുന്നെന്ന് വിചാരിച്ച് അങ്ങോട്ട് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ കുട്ടി, ഞങ്ങളൊക്കെ ഒന്നിച്ചു വളർന്നവരാ. എങ്കിൽ ഞങ്ങൾ ചെല്ലട്ടെ മെന്നെ. വൈകിയ പിന്നെ കടത്തു കിട്ടാൻ ബുദ്ധിമുട്ടാവും. പോയിട്ട് വരാം മോളെ. സ്നേഹമുള്ള സ്ത്രീയാ, കേട്ടിട്ടില്ലേ നീ? ചാലക്കുടി വീട്ടിലെയാ മാളു അമ്മ. എന്റെ അച്ഛൻ മരിച്ചപ്പോൾ അവർ വീണ്ടും വന്നു. അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി. പിന്നെയും അവർ വന്നു. പിന്നെയും 2-3 വട്ടം. അമ്മയ്ക്ക് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ അവൾ അവിടെ നിന്നോട്ടെ. ഏതായാലും ഇനിയിപ്പോ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല. കേശവൻ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ച് നിൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നു. ഒരു മേൽനോട്ടത്തിന് വേണ്ട ശേഷിയോ ആരോഗ്യമോ നിങ്ങൾക്കും ഇല്ല. എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് വെച്ചാൽ അവിടത്തെ പ്രാരാബ്ദം അറിയാലോ. അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ കുട്ടികളെ തന്നെ നേരാമാർഗം ആരുടെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക, പിന്നെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുക. എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം. അത് കേശവൻ മാസത്തിലൊരിക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോരുകയോ, അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പട്ടിണി കൂടാണ്ട് കിടന്നാ മതി എന്റെ മോള്.
ശമ്പളമൊന്നുമല്ല, മനസ്സാ വലുത്. ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക, അതാ വേണ്ടത്.